ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇൻഫോസിസ് ക്യാമ്പസിലെ ഫാമിലി ഡേക്ക് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നതാണ്. ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മാമ്മയും പിന്നെ പൊന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്നു ആദ്യം ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഫാമിലി ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ ഫാമിലിയായിട്ട് നമ്മുടെ ഓഫീസിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ 5 പേരെയാണ് നമുക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് ഫാമിലി മെമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല, ഫ്രണ്ട്സ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആര് വേണമെങ്കിലും 5 പേരെ നമുക്ക് ആ ഒരു ദിവസം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ അന്നാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേറെ എന്തോ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അവരാരും വരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന നമ്മൾ 4 പേരും കൂടി ഇങ്ങ് പോന്നു. അപ്പോൾ പൊന്നു ഏറ്റവും ഹാപ്പി ആയിരുന്നു, കാരണം അവൾക്ക് പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പിന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അത്രയും നല്ലൊരു എന്താ പറയുക ക്യാമ്പസാണല്ലോ അത്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു കേട്ടോ, ഒരു 10 മണി സമയം. ആ സമയത്ത് വന്നപ്പോൾ അധികമൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ, ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കഫറ്റേരിയയിലേക്ക് പോയി, കാരണം പൊന്നുവിനെ ഒന്ന് ഫുഡൊക്കെ കൊടുക്കണം, കാരണം അവളൊന്ന് ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ വേണം ബാക്കിയുള്ളത് കാണാൻ, ഇല്ലെങ്കിൽ ആൾ വൈലൻ്റ് ആവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെയാണ് നമ്മുടെ മെയിൻ കുറച്ച്, അങ്ങനെ പ്രത്യേകിച്ച് സ്പോട്ടൊന്നുമില്ല, അങ്ങനെ കഫറ്റേരിയ എല്ലാം കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിലോട്ടാണ് പിന്നെ പോയത് കേട്ടോ. ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് കുറച്ച് എക്സ്പോകളുണ്ടായിരുന്നു, അത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഈ വണ്ടികളുടെ എക്സ്പോ എല്ലാ വർഷവും എന്നല്ല, ഇപ്പം ഞാൻ 2 വർഷമായിട്ടുള്ളൂ, 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ തവണ എൻ്റെ ഹസ്ബൻഡാണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത്, വേറെ ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ നമ്മൾ പറ്റുന്ന ആൾക്കാരിങ്ങ് പോന്നു, അങ്ങനെയാണ്. അപ്പോൾ ഈ എക്സ്പോയിൽ പ്രത്യേകിച്ച് വണ്ടികളോട് താല്പര്യം വാങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് അവിടെ പോയി എന്തെങ്കിലും അവരോട് സംസാരിക്കാം. പക്ഷേ ഇങ്ങനൊരു ഡേ ഉള്ളത് കൊണ്ട് നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും നമ്മുടെ ഓഫീസൊക്കെ ഒന്ന് കണ്ടിരിക്കാം, അവർക്കും എക്സ്പ്ലോർ ചെയ്യാം. വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ്, പ്രത്യേകിച്ച് വർക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പൊന്നുവിനെ കൺട്രോൾ ചെയ്യാനായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പരിപാടി, കാരണം അവൾക്ക് ഇങ്ങനൊരു ഫ്രീ സ്പേസ് കിട്ടിയാൽ നല്ല ഓട്ടം, അങ്ങനെയാണ്. അവളെ പിടിക്കുക എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻഫോസിസ് ക്യാമ്പസ് ഞാൻ അല്ലാതെയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു വെയിറ്റിംഗ് ഏരിയ ഒക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് എന്താ പറയുക കുറേ എക്സ്പോകളും അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്പേസും അവിടേക്കാണ് പോകുന്നത്. ആ ബലൂൺ കണ്ടപ്പം പൊന്നു അവിടെ സ്റ്റക്കായി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അകത്ത് പോയിട്ട് വേറെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നൈസിന് സ്കൂട്ടാക്കി കൊണ്ടുപോവാണ് കേട്ടോ, ഇല്ലെങ്കിൽ ആളവിടെ സ്റ്റക്കായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കുറേ കാര്യങ്ങൾ, കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നപ്പം അവിടെ ഒരു എന്താ പറയുക ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഒരു പാവ വെച്ചിട്ട് അയാൾ കൈ കൊണ്ട് ആ ഒരു പാവയെ കളിപ്പിക്കുന്നൊരു ഇത്. ഞങ്ങളെത്തിയ സമയം അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ, അവർ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ട് ചെയ്യാമെന്നുള്ളതായിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പ്ലാന്റ്സിൻ്റെ ഷോപ്പ്, പല ആർക്ക് വേണമെങ്കിലും നമുക്കിവിടെ ഷോപ്പ് അന്നത്തെ ദിവസം ഇടാം കേട്ടോ. നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു ഡേ നമുക്ക് ഷോപ്പ് ഇടണം എന്നാണെങ്കിൽ നമുക്കിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേ ഡ്രസ്സിൻ്റെ ഉണ്ടായിരുന്നു, എക്സ്പോ ഉണ്ടായിരുന്നു, പല വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് കുട്ടികളുടെ സെക്ഷൻ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവർക്ക് കളിക്കാനായിട്ട് ഒരു ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞങ്ങളെത്തിയപ്പോൾ അധികം കുട്ടികൾ വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പൊന്നൂനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, ആളൊരു കൺഫ്യൂഷനിലാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവിടെ കയറിക്കഴിഞ്ഞ ശേഷം പിന്നെ അവളെ തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി, കാരണം അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് പോകുന്നത്, കാരണം ആൾ എന്താ പറയുക പ്ലേ സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പ്ലേ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പം കുറേ കുട്ടികളുണ്ട് കളിക്കാനായിട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിൽ പോവുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബോളുകളാണ് കേട്ടോ. ബോൾസ് എപ്പോഴൊക്കെ ബോള് തട്ടിക്കളിക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾ ബോളിൻ്റെ ആ ഒരു സെക്ഷനിൽ തന്നെ നിന്ന് എല്ലാ ബോളും ഇങ്ങനെ എടുത്തുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക ഓരോ കുട്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പേടിയായിരുന്നു, കാരണം അവൾ വീഴുമോ അങ്ങനെയൊക്കെ ഉള്ളത്.
കാരണം അതൊരു ടെയിൽസ് ആണല്ലോ എല്ലാവരും കൂടി ഇതായി വരുന്നത്. പക്ഷേ ഈ സമയം വലിയ കുഴപ്പമില്ല, തിരക്കായി വരുന്നില്ലേ. ഇനിയാണ് പിള്ളേരെല്ലാവരും കൂടി ഒരു കലവില കൂട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കുട്ടികൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും, കാരണം അവർക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അവർക്കും എന്താ പറയുക, കളിക്കാനും കുറേ ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ആംബിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറേ ബലൂൺസും അവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഇവളെ ഇനി എങ്ങനെ തിരിച്ചെടുക്കും എന്നുള്ള ഇതിൽ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. അവളിങ്ങനെ വിളിച്ചു നോക്കുന്നു, ആരും വരുന്നില്ല. അങ്ങനെ അവളെങ്ങനെയോ അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് നമ്മൾ ബലൂൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഇവിടെ ബലൂൺ ആർട്ട് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ പറയുന്ന ഷേപ്പിൽ അവർ ബലൂൺ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം തോക്കാണ് ആൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ പൊന്നൂന് വേണ്ടി അവൾ പറഞ്ഞത് പൂ വേണമെന്നാണ് കേട്ടോ. ഉടനെ തന്നെ ക്ലിയറായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ആൾ ഭയങ്കര ഫാസ്റ്റിന് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂവൊക്കെ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ഫ്രീ ആയിട്ട് അവർ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവർക്കൊരു സന്തോഷം. അപ്പോൾ അത്രയാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനൊരു ബാഗായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 699 സംതിങ് ആയിരുന്നു. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു സ്ലിംഗ് ബാഗ്. നല്ല രസമുണ്ട്, നല്ല ഹാൻഡ് മെയ്ഡാണ്, നല്ലൊരു ക്ലോത്തിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങാനൊന്നും നിന്നില്ല. അതുപോലെ തന്നെ ഈ ഇയറിങ്സും പിന്നെ എന്താ ബ്രേസ്ലെറ്റ്സൊക്കെയാണ് കേട്ടോ. ഇതിന് പ്രൈസ് 350 അങ്ങനെ ഒത്തിരി പ്രൈസ് നല്ല കൂടുതലാണ്, കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അതുപോലെ ഈ ഏരിയ വന്നിട്ട് കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലേ സ്റ്റേഷൻ പോലെയായിരുന്നു. കുറച്ച് എന്താ പസിൽസും അവർക്കുള്ള ഗെയിമുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫുഡ് സ്റ്റേഷൻ, അതായത് സാധാരണ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ക്യാൻഡി, പിന്നെന്താ പോപ്കോൺ, പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക്, അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പൊന്നു അധികം മധുരം കഴിക്കുന്ന ആളല്ല, അവർക്ക് മധുരം അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അധികം വിശപ്പില്ലാതിരിക്കുമ്പോഴാണെങ്കിൽ ചോക്ലേറ്റ്സൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ആൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പഞ്ഞിമിഠായി വാങ്ങിയെങ്കിലും അത് ഞാനാണ് കഴിച്ചത്. അവൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പോപ്കോണും ആ ഒരു കേക്കും മേടിച്ചു കൊടുത്തു, കാരണം ആൾക്ക് വിശപ്പ് തോന്നി തുടങ്ങി, ഒത്തിരി കളിച്ചതല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ, അവരോരോ ഫാസ്റ്റിന് ഓരോന്ന് ചെയ്യുന്നതും ആ ഒരു ക്യാൻഡി ഉണ്ടാക്കുന്നതാണ് നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ അവൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു, കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്, പുറത്ത് പോയി ഇങ്ങനെ കുറച്ച് കളിക്കാനും ഫുഡൊക്കെ കഴിക്കാനും, അതായത് കുറേ കൂട്ടുകാരെ ഫ്രണ്ട്സിനെ കിട്ടിയ പോലെയൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വീണ്ടും അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ അവിടെ കൊണ്ടാക്കി. ഇപ്പോഴേക്കും ഒത്തിരി കുട്ടികൾ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരുത്തരെയും ഇങ്ങ് പുറത്തിറങ്ങാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ആരും തിരിച്ചു പോകുന്നില്ല എന്ന് മാത്രം. അകത്ത് കയറി എടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ പൊന്നൂനെ കുറച്ച് നേരം കൂടി നമ്മൾ നിർത്തി. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ബോളൊക്കെ കാണിച്ച ആളെ പുറത്തിറക്കി പോകാനായിട്ട്, കാരണം ഉച്ച സമയമൊക്കെ ആയി. ഇത് ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്ന കേട്ടോ, നല്ല രസമുണ്ട്. അവിടെ നല്ല ക്യൂ ആയിരുന്നു. ഇച്ചിരി വലിയ കുട്ടികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊന്നൂനെ കൊണ്ടിരുത്തി എന്തായാലും അവൾ ഇരിക്കത്തില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ നിന്നില്ല. നല്ല രസമായിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. വരയ്ക്കുന്നതൊക്കെ ഭയങ്കര പെർഫെക്റ്റായിട്ടൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ടാണ് ഇനി പോകുന്നത്. കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡെല്ലാം നമ്മൾ തന്നെ വാങ്ങിക്കണം. ഫുഡെല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിൽ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. ബിരിയാണിയും അൽഫാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അഫോർഡബിൾ പ്രൈസുമാണ്. പിന്നെ ഇത് വന്നിട്ട് സ്വീറ്റ്സും കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ വാങ്ങാനായിട്ട് ഒരു ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പൊന്നു ഹാപ്പിയായി. പൊന്നുവിന് നല്ല ഉറക്കം വന്നിരിപ്പുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ടാറ്റ പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.